ത്യാഗരാജ പോളിടെക്നിക്കിന്റെ ഓണാഘോഷം 2025 ഇതാ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നതിനായി നല്ലൊരു മാവേലിയെ നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാവേലിയെ കാണുമ്പോൾ അറിയാം, നമുക്ക് സാധാരണ മാവേലിയല്ല, 6 പാക്ക് മാവേലിയാണ് ഇത്തവണ. ശിങ്കാരിമേളത്തിന്റെ തിമിർപ്പിന് ശേഷം കുട്ടികളെല്ലാം തന്നെ കോളേജ് അങ്കണത്തിലേക്ക് വരികയാണ്. കോളേജ് അങ്കണത്തിൽ നമ്മുടെ 6 പാക്ക് മാവേലിയോടൊപ്പം ജനറൽ കൺവീനറും അതുപോലെ ടീച്ചേഴ്സ് എല്ലാം നോക്കി നിൽക്കുന്നു. വരുന്ന കുട്ടികൾക്കെല്ലാം ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ മാവേലി ഉഷാറായി നിൽക്കുന്നു. എല്ലാ കുട്ടികൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് അതിനിടയ്ക്ക് നമുക്ക് പൂക്കള മത്സരത്തിനിടയിലേക്ക് പോകാം. പൂക്കള മത്സരം അരങ്ങേറിയിരിക്കുന്നു. വിവിധ ക്ലാസ്സുകളിലെ ഗ്രൂപ്പുകൾ പൂക്കളങ്ങളിടുന്ന തിരക്കിലാണ്. മത്സരഫലം ലാസ്റ്റ് പ്രോഗ്രാമുകൾക്ക് അവസാനമാണ് പ്രഖ്യാപിക്കുകയുള്ളൂ. അതിനുശേഷം നല്ല പൂക്കളങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനിടയിൽ നമ്മുടെ ലേഡി സ്റ്റാഫുകൾ എല്ലാം തന്നെ അവർക്ക് നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നതിനിടയിലെടുത്ത ഒരു ചെറിയ വീഡിയോയാണ് ഈ കാണുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അവരെല്ലാം തന്നെ ഒരുങ്ങി തന്നെയാണ് നിൽക്കുന്നത്. കുറച്ച് അധ്യാപകർ നിന്ന് പാട്ട് പഠിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളില്ലെങ്കിൽ ഞങ്ങളില്ല, ഇവിടെ അധ്യാപകരില്ല. അപ്പോൾ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തമാണ് ഈ കോളേജിൽ ധന്യമാക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഇവിടുത്തെ എല്ലാ സ്റ്റാഫും സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഓണാഘോഷം. ഈ ഓണാഘോഷത്തിന്റെ ഈ അവസരത്തിൽ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഏറ്റവും ബഹുമാനായിട്ടുള്ള നമ്മുടെ കോളേജിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനായിട്ട് പ്രിൻസിപ്പള് ശ്രീ ലിജോ ജോൺ സാർ അവർക്ക് ഈ അവസരത്തിൽ കൃത്യമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത നന്ദി പറയാനുള്ളത് നമ്മുടെ PTA പ്രസിഡന്റാണ്. അധ്യാപകരോടൊപ്പം തന്നെ ഇവിടെ വടംവലി മത്സരങ്ങൾക്കായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ജോബി സാറിന്റെ നേതൃത്വത്തിലാണ് ആ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കുട്ടികളുടെ കലാപരിപാടികൾ ഇവിടെ അരങ്ങേറുന്നുണ്ട്. അപ്പോൾ വടംവലിക്കുള്ള കാര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്യുന്നത് വരെ കുട്ടികൾ ഈ കലാപരിപാടികൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ തന്നെ നേതൃത്വത്തിൽ കലാപരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും അത് സസന്തോഷം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകരും കുട്ടികളും എല്ലാവരും തന്നെ അത് കാണുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. മാവേലി അവിടെ ഒരു സൈഡിൽ കുട പിടിച്ച് ചാരി നിൽക്കുന്നുണ്ട്. അതുപോലെ മറ്റ് സ്റ്റാഫ് അംഗങ്ങളും അത് വീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ കുട്ടി പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്ന ഒരു കുട്ടിയാണ്. 2-3 പ്രാവശ്യം നമ്മുടെ സൗണ്ട് സിസ്റ്റം അല്ല, കറണ്ടിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് 2-3 പ്രാവശ്യം സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ആ ഡാൻസ് പൂർത്തിയാക്കിയിട്ടാണ് ആ കുട്ടി അവിടെ നിന്ന് പിൻവാങ്ങിയത്. അപ്പോൾ വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ആ കുട്ടി അവിടെ നടത്തിയത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളും കുട്ടികളും എല്ലാതും കലാപരിപാടികൾ ആരംഭിച്ചതോടുകൂടി എല്ലാവരും അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സ്റ്റാഫ് അംഗങ്ങളുടെ ലേഡി സ്റ്റാഫ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരു തിരുവാതിരക്കളി, കൂടുതൽ പഠിച്ചിട്ടില്ലെങ്കിലും അറിയാവുന്ന ചെറിയ രീതിയിൽ നല്ലൊരു തിരുവാതിരക്കളി അവരവിടെ അവതരിപ്പിച്ചു. അതിനോടൊപ്പം തന്നെ ആൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് മറ്റൊരു രീതിയിലുള്ള തിരുവാതിരക്കളി തൊട്ടപ്പുറത്ത് അരങ്ങേറുന്നുണ്ടായിരുന്നു. നമുക്കൊരു തമാശ രൂപേണ എടുക്കാവുന്ന തരത്തിൽ കുട്ടികൾ അവതരിപ്പിച്ചതായിരുന്നു. അതും നന്നായിട്ടുണ്ട്. അതും ആസ്വദിക്കാനായിട്ട് എല്ലാവർക്കും സാധിച്ചു. അതുപോലെ തന്നെ കുട്ടികളുടെ മറ്റു കലാപരിപാടികളും അവിടെ നൃത്ത പരിപാടികൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. വിവിധ പാട്ടുകൾ വെച്ച് നല്ല നല്ല ഡാൻസുകൾ കുട്ടികളവിടെ
അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ടാണ് ആ പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ട് നിന്നിരുന്നത്. അപ്പോഴേക്കും കുട്ടികൾക്കും സ്റ്റാഫുകൾക്കുമുള്ള പായസം, പാലട പായസം അവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ അതിന് അറേഞ്ച് ചെയ്യുന്നതിനായിട്ടുള്ള സ്റ്റാഫുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. വടംവലി മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജോബി സാറിന്റെ നേതൃത്വത്തിലാണ് വടംവലി മത്സരം നടക്കുന്നത്. എല്ലാം പറഞ്ഞോളൂ. ഒന്ന് ടൈറ്റ് ചെയ്തോളൂ. രാജപാപ്പൻ നിങ്ങൾ പിടിച്ചോട്ടോ. ആവേശകരമായ വടംവലി മത്സരത്തിന് ശേഷം പെൺകുട്ടികളുടെ സ്പൂൺ റേസ് മത്സരമാണ് നടക്കുന്നത്. അടുത്ത മത്സരം പുഷപ്പ് ചലഞ്ചാണ്. 6 പാക്ക് മാവേലിയോട് മത്സരിക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിൽ നിന്ന് വന്ന ഒരു മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ അതിവിടെ തകൃതിയായി നടക്കുകയാണ്. വളരെ ആവേശകരമായി 6 പേര് മാവേലിയോട് മത്സരിക്കാനുണ്ട്. പക്ഷേ ഈ മത്സരത്തിന്റെ ഫലം എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാവേലിയോട് ചോദിച്ചപ്പോൾ മാവേലി പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് 100 പുഷപ്പൊക്കെ അടിക്കുന്ന ഒരു മാവേലിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മറ്റുള്ളവർ ഇത് കൗണ്ടിങ് നമ്മൾ പറഞ്ഞിട്ടാണ് അവർ പുഷപ്പ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് പുഷപ്പ് അല്ല. പക്ഷേ മാവേലി തന്നെയാണ് ഇതിൽ വിജയിയായത്. അത് വീഡിയോയുടെ അവസാനം, മുഴുവൻ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, മാവേലി തന്നെയാണ് ഇതിൽ വിജയിയായത്. വളരെ നല്ലൊരു മത്സരമായിരുന്നു അത്. മറ്റൊരു ആവേശകരമായ ഒരു മത്സരം നടന്നത് ലേഡീസ് സ്റ്റാഫും അതുപോലെ തന്നെ പെൺകുട്ടികളും തമ്മിലുള്ള ഒരു വടംവലി മത്സരം. വളരെ ആവേശകരമായിട്ടുള്ളൊരു മത്സരമാണത് നടന്നത്. അപ്പോൾ അതിൽ വിജയിച്ചത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പറയുന്നില്ല, വിജയി ആരാന്ന് നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ലേഡീസ് സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ നടന്ന തിരുവാതിരക്കളിയിൽ നിന്നുള്ള വീഡിയോയുടെ മറ്റൊരു ഭാഗമാണ് നമ്മളിതിൽ കാണുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അവരെല്ലാവരും തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്.
തന്നെ ഓണപ്പാട്ട്, സ്റ്റാഫ് അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു ഓണപ്പാട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പൂക്കള മത്സരത്തിന്റെ റിസൾട്ട് വന്നതിന് ശേഷം എടുത്ത പൂക്കളങ്ങളുടെ ഫോട്ടോസും വീഡിയോ ആണ് ഈ കാണുന്നത്. വടംവലി മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയവർക്കുള്ള പഴക്കുല. ഇത്തവണത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്നൊരു കാര്യമായിരുന്നു ഓണസദ്യ. സാധാരണ ഓണസദ്യ നമ്മുടെ കോളേജ് ആഘോഷത്തിൽ ഉണ്ടാവാറില്ല. ഇത്തവണ കോളേജ് ആഘോഷത്തിൽ നമ്മൾ ഓണസദ്യ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ജോസ് സാറ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, അതിനോട് സഹകരിച്ച മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, എല്ലാ സ്റ്റാഫ് അംഗങ്ങളും സഹകരിച്ചു. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നവർക്കും പങ്കെടുത്തവർക്കും സഹകരിച്ചവർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നല്ലൊരു ഓണസദ്യയാണ് ഈ പ്രാവശ്യം ഒരുക്കിയത്. അപ്പോൾ ഓണസദ്യയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം, ഓണാശംസകൾ നേർന്നുകൊണ്ട് ബാക്കി വീഡിയോയിലേക്ക് നമുക്ക് പോകാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളാണ് വീണ്ടും വീണ്ടും നല്ല വീഡിയോ ചെയ്യാനായിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും.